എല്ലാവർക്കും സിദ്ധുട്ടൻസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കാർത്തിക 2-ാം ദിവസം ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കൽപ്പാത്തിയിലിരുന്നിട്ട് കോലമിടാൻ പഠിച്ചില്ല പറഞ്ഞാൽ അത് മോശമല്ലേ പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് കോലമിടാനൊക്കെ പഠിച്ചു കേട്ടോ. ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞാൻ ദീപാവലിക്ക് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കളർ പൊടി കിട്ടി, അത് വെച്ചിട്ടൊന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. പക്ഷേ ഇതുപോലെ കോലം വരച്ചിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനൊരു നാക്കുണ്ട്, ഈ 2 വിരൽ വെച്ചിട്ട് തള്ളവിരലും ചൂണ്ടാണി വിരലും വെച്ചിട്ട് അതിനെ ഒന്ന് ഇങ്ങനെ തിരിക്കുമ്പോഴാണ് ആ ഷേപ്പിൽ വരുന്നത്. ആ ഒരു ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും ഇടാം കേട്ടോ. ശരിക്കും പൂവിടുന്നതിനെക്കാട്ടിലും സുഖമാണ് കോലോടാൻ, വേഗം കഴിയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പൂവിടുന്നതായിരിക്കും ഏറ്റവും നല്ല ഈസി ആയിട്ടുള്ള പണി എന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. പക്ഷേ കോലോടുന്നത് എത്ര എളുപ്പമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നല്ല രസമുണ്ടായിരുന്നു കിട്ടുക. ഞാനേ പ്രതീക്ഷിച്ചില്ല എത്രയും നന്നായിട്ട് വരുമെന്ന്. പിന്നെ കുറച്ച് കളർ പൊടി ഉള്ളത് വെച്ചിട്ട് അന്നത്തെ ബാക്കി ഉണ്ടായിരുന്നു ദീപാവലിക്ക് ഇട്ടിരുന്നത്. ദീപാവലിയുടെ വീഡിയോ കാണാത്തവരൊന്ന് അവിടെ അതൊന്ന് പോയി ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ദീപമൊക്കെ കൊളുത്തി ഇന്നും ശനിയാഴ്ച ഇത് 2-ാമത്തെ ദിവസമാണ്. അപ്പോൾ പുറത്തും കൂടി കുറച്ചും കൂടിയും ദീപം. ഇന്നാണ് ഗ്രാമത്തിലൊക്കെ എല്ലാവരും കാർത്തിക ആഘോഷിക്കുന്നത്. ഇത് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു അയ്യപ്പൻ്റെ ഇതാണ് കേട്ടോ. സ്റ്റാർ പോലത്തെ ഒരു സംഭവത്തിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കത്തും. അപ്പോൾ ഇപ്രാവശ്യം സ്റ്റാറിന് പകരം ക്രിസ്മസിന് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇത് കൂടെ ഒരു അയ്യപ്പൻ വിളക്കിൻ്റെ ഒരു ഇത് പോകണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കാർത്തിക ദീപമൊക്കെ കണ്ടിട്ട് എനിക്ക് പരിചയത്തിലുള്ള ഒരു വന്നിട്ടാണ് ഈ കാർത്തിക ലാമ്പ് കാണിച്ചു തന്നത് കേട്ടോ. സെൻസറിങ് വാട്ടർ ലാമ്പ് എന്ന് പറഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് എത്ര ലാഭമല്ലേ, എത്ര രസമാണ് ഇത് കാണാൻ. പക്ഷേ ഒരെണ്ണം 50 രൂപ അങ്ങനെ എന്തോണം ആമസോണിൽ നിന്നാണ് അവർ വാങ്ങിച്ചത് എന്ന് പറഞ്ഞു. ഒരു ശകരം വെള്ളം ഒഴിച്ചാൽ മതി, അത് എത്ര നേരം വേണമെങ്കിലും കത്തും. വെള്ളം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് മാറ്റും. പിന്നെ ഇത് നമ്മുടെ കൽപ്പാത്തി ഗ്രാമത്തിൽ കൂടെ ഒന്ന് കാർത്തിക ദീപം കത്തിച്ചത്, എല്ലാവരും കത്തിച്ചത് ഒന്ന് കാണാൻ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അവർ ഒരു 2 പേര് കൊണ്ടുപോകുന്നത് അമ്പലത്തിൽ നിന്ന് അവർ കാർത്തിക വിളക്ക് കത്തിച്ചിട്ട് മേടിച്ചിട്ട് വരും, എന്നിട്ടാണ് അവരുടെ വീട്ടിലൊക്കെ കൊളുത്തുന്നത്. ഇതവിടെ പൊന്നുമാമി അച്ചാറ് വെക്കണ അവരുടെ അവിടെയൊക്കെയാണ് കേട്ടോ. കൽപ്പാത്തി ജംഗ്ഷനിൽ ഇങ്ങനെയാണ് അന്നുണ്ടായിരുന്നത്. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് പഴയ കൽപ്പാത്തി ഗ്രാമമാണ്. അങ്ങനെ ഞാൻ എല്ലാ ഗ്രാമവും ഒന്ന് അങ്ങനെ ഞാൻ സിദ്ധുവിനെയും കൂട്ടിയിട്ട് എല്ലാ ഗ്രാമത്തിൽ കൂടി ഒന്ന് ജസ്റ്റ് അവനൊന്ന് കാണിച്ചു കൊടുക്കുക പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് ഇറങ്ങിയതാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതൊന്നുമില്ല, വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടാണ് എടുത്തത്. അവിടെ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നാദസ്വരമൊക്കെ വായിച്ചിട്ടിരിക്കുന്നത്. പെട്ടെന്ന് ആകാശത്തേക്ക് കൊണ്ട് ഫുൾ മൂൺ കണ്ടത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു നൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വരച്ച കോലം ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ.